ഏതായാലും അധികാരത്തിലേറിയതിന് പിന്നാലെ BJPക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഏറെക്കുറെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന വിധത്തിൽ നിരവധി വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ത്രിപുരാട്ടി വരുമ്പോൾ അത് BJP ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ആ ഒരു നടുക്കം അത് ചില്ലറയല്ല. ഏതായാലും NDA മുന്നണിയെ സംബന്ധിച്ച് ഏറെക്കുറെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം. രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ പ്രൈം ടൈം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം, അത് മോദി സർക്കാരിനെ പോലും പിടിച്ചു കുലുക്കുന്ന ഒരു വിഷയം ധ്രുവറാട്ടി തുറന്നുവിട്ടതാണ്. ധ്രുവറാട്ടിയുടെ വീഡിയോകൾ രാജ്യത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും നീറ്റ് പരീക്ഷയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവറാട്ടി ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതും ഈ വിഷയം രാജ്യം മുഴുവൻ വൈറലായി സമൂഹത്തിൽ കത്തിപ്പടരുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ സർവത്ര കുഴപ്പങ്ങളാണ്. പ്രധാനമായിട്ടും മാർക്കുകളുടെ ഒരു രീതി പലതുമായിട്ട് പൊരുത്തപ്പെടുന്ന സാഹചര്യമല്ല. രാജ്യത്തെ മുഴുവൻ പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ, പ്രധാനമായിട്ട് സംഘപരിവാറിനെ അനുകൂലമായി നിൽക്കുന്ന റിപ്പബ്ലിക് ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും, എല്ലാ മാധ്യമങ്ങളും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രധാന ചർച്ചാ വിഷയമാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ധ്രുവറാട്ടി പുറത്തുവിട്ട വീഡിയോയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഡൽഹി എയിംസിൽ തന്നെ ആകപ്പാടെ 46ഓളം MBBS സീറ്റുകളാണുള്ളത്. അവിടെയാണ് 76 മുഴുവൻ മാർക്കും കിട്ടിയ കുട്ടികളുള്ളത്. അപ്പോൾ എയിംസിൽ പോലും ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് MBBS എന്ന ഒരു സ്വപ്നവുമായിട്ട് നടക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടി തയ്യാറാകുന്ന ഈ നീറ്റ് പരീക്ഷ എന്നത് അത് വലിയ ഒരു സ്കാം ആണെന്ന്, അതിനുള്ളിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളാണെന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ധ്രുവറാട്ടി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി രാജ്യം മുഴുവൻ ഇപ്പോൾ ഇത് ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വരുന്ന കാര്യമെന്ന് പറയുന്നത്, മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ ധ്രുവറാട്ടിയുടെ ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഒരു പ്രധാന പ്രചരണ വിഷയമായിട്ട് തന്നെ ഇത് ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ DMK നേരത്തെ മുതൽ തന്നെ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു കക്ഷിയുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഈ പ്രചരണത്തിന് ഉതകുന്ന രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ, അതും ഈ മോദി സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ട് പിന്നാലെ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് ഈ ഒരു പ്രധാന വിഷയം എത്തിക്കാനായിട്ട് ധ്രുവറാട്ടിക്ക് സാധിച്ചു. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ മുന്നണിയുമായിട്ട് അത്രയധികം ചേർന്ന് നിന്നുകൊണ്ട് ഈ മോദി സർക്കാർ, മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഒരു ഭയവും പേടിയും ഇല്ലാതെ സധൈര്യം ധ്രുവറാട്ടി തുറന്നടിച്ചിരിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. ധ്രുവറാട്ടിയുടെ ഈ വിഷയങ്ങൾ മോദി സർക്കാരിന് വലിയ രീതിയിലുള്ള ആഘാതങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ധ്രുവറാട്ടി ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് പ്രവർത്തിക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ ധ്രുവറാട്ടി സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ആരോപണങ്ങൾ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളും വളരെ ശക്തമായിട്ട് തന്നെ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ NDA മുന്നണിക്കും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം തന്നെ ധ്രുവറാട്ടി ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ആളിക്കത്തിക്കുമെന്ന് ഏകദേശം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതാണ് ഇനി മോദി സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. കാരണം ഇക്കാര്യങ്ങൾ ധ്രുവറാട്ടി പറഞ്ഞു വെക്കുമ്പോൾ ആൾ ചില്ലറക്കാരനല്ല എന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം 2 കോടിക്ക് മുകളിൽ സ്ഥിരം പ്രേക്ഷകരുള്ള ധ്രുവറാട്ടിയുടെ ഓരോ വീഡിയോകളും ഇന്ത്യ മുന്നണിയെ ഇത്തവണ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യ രാജ്യത്തെ യുവാക്കൾക്കുൾപ്പെടെ എല്ലാ ജനങ്ങൾക്കും അത് അറിയാവുന്ന കാര്യമാണ്. കാരണം പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ തന്നെ
പ്രത്യേകിച്ചും ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ ഇരട്ടിയായിട്ടുള്ള തീവ്രതയിലുമാണ് രാജ്യത്തെ വോട്ടർമാരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഈ ഒരു ത്രിപാഠിയുടെ വീഡിയോ പ്രചരിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് നടന്ന കാര്യം തന്നെയാണ്. കോടിക്കണക്കിന് പ്രേക്ഷകരാണ് ത്രിപാഠിയുടെ വീഡിയോകൾ ഇപ്പോൾ കാണുന്നതും അതിന് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതും. ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ത്രിപാഠിയുടെ വീഡിയോ സംപ്രേഷണം ചെയ്യുമ്പോൾ തന്നെ വന്ന് കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ ഈ ത്രിപാഠിയുടെ വീഡിയോകൾ നൽകിയിട്ടുള്ള ശക്തി അല്ലെങ്കിൽ പിന്തുണ എന്ന് പറയുന്നത് അത് ചെറുതായി മാറി. അതൊരു രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പക്ഷേ ത്രിപാഠി പണ്ട് മുതലേ ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ ഒരു രീതി അത് അങ്ങനെയാണ്. അതായത് ഡിക്റ്റേറ്റർ എന്ന തലക്കെട്ടോടുകൂടി ഏകാധിപതിയാണോ മോദി എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ത്രിപാഠി തെരഞ്ഞെടുപ്പിന് മുൻപ് സംപ്രേഷണം ചെയ്തത് അക്ഷരാർത്ഥത്തിൽ തന്നെ BJP കോട്ടകളെ ഇളക്കി മറിക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് ഏറെ സഹായകമായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഈ വീഡിയോ വലിയ ഒരു ചർച്ചയായി തന്നെ മാറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ ആയുധം അല്ലെങ്കിൽ ഒരു വിഷയമാക്കി തന്നെ മാറ്റിയത്. അതിൽ പ്രധാനമായിട്ടും ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോവുകയാണെന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം 400 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് മോദി പ്രസംഗിച്ച് നടന്നപ്പോൾ ത്രിപാഠി ഇത് ഏകാധിപത്യത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം തന്നെ പ്രതിപക്ഷം എല്ലായിടങ്ങളിലും പ്രചരിപ്പിച്ചു. 80 കോടിയിലധികം നോട്ടീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി അച്ചടിച്ച് വിതരണം ചെയ്തത് അത് പിന്നീട് വാർത്തയായിട്ട് മാറുകയും ചെയ്തു. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ത്രിപാഠി ഒരു വിഷയം ഉന്നയിക്കുന്നു, ആ വിഷയം ഇന്ത്യ മുന്നണി മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഇത് ഈ രാജ്യം മുഴുവൻ ഒരു പ്രധാന സംസാര വിഷയമായിട്ട് മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തേക്ക് കാര്യങ്ങൾ അടുത്തപ്പോൾ ഈ 400 സീറ്റ് എന്ന ഒരു പ്രചാരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒറ്റയടിക്ക് അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായത്. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് 400 സീറ്റ് നേടിയാൽ BJP എന്ന ആ ഒരു സംവിധാനം ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നും അതോടൊപ്പം തന്നെ രാജ്യത്തെ സംവരണ നിയമങ്ങളെല്ലാം തന്നെ എടുത്തു കളയുമെന്നും അതെല്ലാം തന്നെ ഉണ്ടാകില്ലെന്നും ഭരണഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്രസക്തമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇന്ത്യ മുന്നണി അഴിച്ചുവിട്ടു. BJP ആകട്ടെ ഈ സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇപ്പോൾ ഞെട്ടിവിറച്ചു പോയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മോദിക്ക് ഈ വിഷയത്തിൽ നിന്നും പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ത്രിപാഠിയും പുറത്തുവിട്ടിട്ടുണ്ട്. കേരള സ്റ്റോറി എന്ന ചിത്രം നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അത് പുറത്ത് വന്നപ്പോൾ അതിൽ പറയുന്ന സിറിയയിലേക്ക് പോയ മലയാളി പെൺകുട്ടികളുടെയൊക്കെ കണക്ക് അത് തീർത്തും തെറ്റാണെന്ന് ഫാക്റ്റ് വെച്ച് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചുകൊണ്ട് തന്നെ പരിശോധിച്ച് ത്രിപാഠി ഒരു വീഡിയോ ചെയ്തതും അതുകൂടി കേരളത്തിൽ അദ്ദേഹം കൂടുതൽ പ്രിയങ്കരനായിട്ട് മാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിരവധി ഭാഷകളിൽ ത്രിപാഠിയുടെ വീഡിയോ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്ത്യ മുന്നണിക്ക് ഗുണകരമായിട്ട് തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ തന്നെ അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ തന്നെ BJPക്കും മോദിക്കുമെതിരെ ഇപ്പോൾ തൊടുത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന തെളിവുകളാണ് ത്രിപാഠി ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളിലൂടെയും പുറത്തുവിടുന്നത്. അപ്പോൾ ഈ വീഡിയോകളിലെ ഉള്ളടക്കങ്ങൾ അത് കാണുന്ന രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇത്രയും കാലം ത്രിപാഠി കൊടുത്തു വന്നിരുന്ന ഒരു നിശബ്ദ പിന്തുണയുണ്ട്. അത് പക്ഷേ ഈ ത്രിപാഠി ഇന്ത്യ മുന്നണിയിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ അംഗമാകുമെന്ന് പറഞ്ഞു വെക്കുന്നതല്ല. മറിച്ച് അതിനേക്കാളൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിൽ ത്രിപാഠി വലിയ തോതിൽ തന്നെ ഇപ്പോൾ BJP വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സാരം. അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്നാണ് ത്രിപാഠിയുടെ ഏറ്റവും പുതിയ വീഡിയോകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ വിഷയം രാജ്യവ്യാപകമായിട്ട് വലിയ രീതിയിൽ തന്നെ കോളിളക്കം സൃഷ്ടിക്കുന്ന, പ്രത്യേകിച്ചും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം തന്നെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും വീഡിയോകൾ അതുപോലെ തന്നെ വാർത്തകൾ പുറത്തു വരാനായിട്ട് കിടക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം നിലവിലെ ഇന്ത്യ രാജ്യത്തെ സാഹചര്യത്തിൽ മോദി സർക്കാരിനെ സംബന്ധിച്ച്
നിലവിൽ ഇതൊരു തൂക്കു മന്ത്രിസഭയാണെന്ന് നമുക്ക് പറയേണ്ട വരും. കാരണം TDPയും അതുപോലെ തന്നെ JDUവും ഒക്കെ എങ്ങാനും കൈവിട്ടാൽ, മോദിയെ കൈവിട്ടാൽ പണിപാളുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം അങ്ങനെ നിരന്തരമായിട്ട് NDA മുന്നണിയിലും അതുപോലെ തന്നെ BJP സർക്കാരിലുമൊക്കെ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്ത്യ മുന്നണിയിൽ പ്രധാനമായിട്ട് മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം ഇതാണ്. അപ്പോൾ ഒരു വശത്ത് ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു കരുത്തുറ്റ സാന്നിധ്യം നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ മറുവശത്താണ് സോഷ്യൽ മീഡിയയിൽ BJPയുടെ എല്ലാ വാദങ്ങളെയും തകർത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും തരിപ്പണമാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വീഡിയോകൾ ഇറക്കുന്ന ധ്രുവറാട്ടി ഇനിയും തുടരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഒരു ഭാഗമായിട്ട് മാറുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇന്ത്യ മുന്നണി പുറത്തേക്ക് വിടുന്ന എല്ലാ വാദങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ധ്രുവറാട്ടിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതികരണവും തെളിയിക്കുന്നത് ഇതാണ്. ഏതായാലും അധികാരത്തിലേറിയതിന് പിന്നാലെ BJPക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഏറെക്കുറെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന വിധത്തിൽ നിരവധി വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ധ്രുവറാട്ടി വരുമ്പോൾ അത് BJP ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ആ ഒരു നടുക്കം അത് ചില്ലറയില്ല. ഏതായാലും NDA മുന്നണിയെ സംബന്ധിച്ച് ഏറെക്കുറെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.